നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സിക്ക് എന്താണ് പറ്റിയത്? കഴിഞ്ഞ 2 മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടില്ല. ഇന്റർ മയാമി പറയുന്നു താരത്തിന് പരിക്കില്ല, അദ്ദേഹത്തിന് ക്ഷീണം മാത്രമേ ഉള്ളൂ, മസിൽ ഓവർലോഡുണ്ട്, ഇതൊക്കെ ഇന്റർ മയാമി പറയുന്നതെങ്കിലും താരത്തിന് പരിക്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇന്റർ മയാമി അത് മറച്ചു വെക്കുന്നു, അതിൽ ദുരൂഹതയുണ്ട്, അത് ടിക്കറ്റ് സെയിൽസിന് വേണ്ടിയാണ് എന്നൊരു വിഭാഗം ആരോപിക്കുന്നുമുണ്ട്. ഇന്നലെ ഇപ്പോൾ കാവലിയർ എഫ്സിക്കെതിരെയുള്ള കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് മത്സരത്തിന് ശേഷം ഹവീർ മഷ്റാന് പറഞ്ഞത്, ഞാൻ ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് ഫോളോ ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നാണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ക്ലോഡിയോ പുറത്തുവിടുന്നുണ്ട്. അദ്ദേഹം നിങ്ങൾക്കറിയാവുന്ന പോലെ മെസ്സിയെക്കുറിച്ചും ഇന്റർ മയാമിയെക്കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ നൽകുന്നയാളാണ്. ESPN അർജൻറ്റീനയ്ക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ കൊടുക്കാറുണ്ട്, പ്രസിദ്ധീകരിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ അതിൽ വരാറുണ്ട്. സോ കോൺട്രിബ്യൂട്ടർ ടു ESPN അർജൻറ്റീന, അങ്ങനെയുള്ള ജേർണലിസ്റ്റാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് മെസ്സിയുടെ വിഷയത്തിൽ. നമുക്കറിയാവുന്നത് എന്താ, മെസ്സി അദ്ദേഹത്തിൻ്റെ ട്വീറ്റാണ് പറയുന്നത്, മെസ്സി 2 മത്സരങ്ങൾ മിസ് ചെയ്തു. ഒഫീഷ്യൽ മെസ്സേജ് എന്താ, ടയേർഡാണ് മെസ്സി, അല്ലെങ്കിൽ മസിൽ ഓവർലോഡാണ്. എന്നാൽ മെസ്സി ഒരു ട്രെയിനിങ് സെഷനും മിസ് ചെയ്തിട്ടില്ല എന്നും അവർ പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇൻറ്റേർണൽ മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മെസ്സിക്ക് എക്സസീവ് മസിൽ ലോഡ് കാരണം നിരവധി മത്സരങ്ങൾ അദ്ദേഹം കളിക്കുകയും ചെറിയ ടൈം സ്പാനിൽ അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ. അപ്പോൾ എക്സസീവ് മസിൽ ലോഡ് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ മസിൽ കൺട്രാക്ഷൻ സംഭവിച്ചിരിക്കുന്നു, പ്രൊലോങ്ഡ് മസിൽ കൺട്രാക്ഷൻ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു കോൺട്രാക്ഷൻ സംഭവിച്ചു, മസിൽ ചുരുങ്ങുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അതിൽ നിന്ന് റിക്കവർ ആകാൻ കൂടുതൽ സമയമെടുക്കും. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ മെസ്സി എല്ലാ ട്രെയിനിങ് സെഷനും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് മീഡിയ വരുന്ന 15 മിനിറ്റ് സമയം മെസ്സി അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ വാമപ്പും മറ്റ് എക്സസൈസുകളും മാത്രമാണ് ചെയ്യുന്നത്. മറ്റു ട്രെയിനിങ്ങുകൾ മെസ്സി ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ ഈ ലഭ്യമാകുന്ന വിവരപ്രകാരം അദ്ദേഹത്തിന് പരിക്ക് തന്നെയാണ്. ഇനിയും കൂടുതൽ മത്സരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ആരാധകർ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് മെസ്സി തിരികെ എത്തുക എന്നുള്ളതാണ്. അദ്ദേഹം അടുത്ത കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുണ്ടാവണം. കാരണം ബ്രസീലുമായിട്ടും ഉറുഗ്വായുമായിട്ടുമാണ് മത്സരം, കടുത്ത പോരാട്ടങ്ങളാണ്. അതിന് മെസ്സി അർജൻറ്റീന നിരയിൽ ഉണ്ടാവണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.